ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് ഒരു വെറൈറ്റി റെസിപ്പി നോക്കിയാലോ? അപ്പോൾ അതാ ഉണക്കച്ചെമ്മീൻ കഴുകി വൃത്തിയാക്കി നമ്മളൊരു പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. പിന്നെ ഇതാ 2 പച്ച മാങ്ങ എടുത്തിട്ടുണ്ടേ. അതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീനും കുറച്ച് സവാള, നിങ്ങളതിൽ ചെറിയുള്ളി ആണെങ്കിൽ അതാണ് കേട്ടോ ബെസ്റ്റ്, പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇതൊക്കെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കുക കേട്ടോ. പിന്നെ അതാ കുറച്ച് കറിവേപ്പിലും കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള നമ്മളെ എല്ലാ ഐറ്റംസും കൂടെ ഈ ചട്ടീനകത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത് അതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. ഇത് ഒരു വെറൈറ്റി ടേസ്റ്റി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഉണക്കച്ചെമ്മീൻ നമ്മളെ കൈ കിട്ടുന്ന സമയത്ത്. ഞാൻ സാധാരണ ഉണക്കച്ചെമ്മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വെറും ഒരു ചമ്മന്തി മാത്രം അരയ്ക്കുക ചെയ്യാറ്. പക്ഷേ ഈ റെസിപ്പി എൻ്റെ കൈ കിട്ടിയ മുതൽ ഞാൻ ഇത് തന്നെയാട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ ദാ ചോറിൻ്റെ കൂടെ ഈ ചെമ്മീനും പച്ചക്കറിയും, ആഹാ സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. താങ്ക് യു.